നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ കാണിക്കക്കൊള്ള. കള്ളന്മാരും കൊള്ളക്കാരും ജീവനക്കാരായ അയോധ്യ. ഇസ്ലാം മതവിശ്വാസികൾക്ക് മക്കയും ക്രിസ്ത്യാനികൾക്ക് റോമും പോലെയാണ് ഹൈന്ദവ വിശ്വാസികൾക്ക് അയോധ്യയിലെ രാമക്ഷേത്രവും. കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വൈകാരികവും ആത്മീയവുമായിട്ടുള്ള കേന്ദ്രമാണിത്. മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമൻ ജനിച്ച പുണ്യഭൂമി. 7 പുണ്യനഗരങ്ങൾ ഒന്നാമതായി കണക്കാക്കപ്പെടുന്ന മോക്ഷദായകമായ നഗരം, അതാണ് വിശ്വാസികൾക്ക് അയോധ്യയിലെ രാമക്ഷേത്രം. എന്നാൽ ശബരിമലയെ വെല്ലുന്നതാണ് അയോധ്യയിലെ രാമക്ഷേത്ര കാണിക്കക്കൊള്ളയുടെ കഥ എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങളുടെയും നിയമയുദ്ധങ്ങളുടെയും ചരിത്രമാണ് രാമക്ഷേത്ര പുനർനിർമ്മാണത്തിന് പിന്നിലുള്ളത്. 1528 മുഗൾ വംശ സ്ഥാപകനായിട്ടുള്ള ബാബറുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ജനറൽ മീർ ബാഖി 1528 അയോധ്യയിലെ രാമക്ഷേത്രം തകർത്തുവെന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് അത് ബാബറി മസ്ജിദായി. പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരുപാട് കലാപങ്ങൾക്ക് ഇത് കാരണവുമായി. 1992 ഡിസംബർ 6 രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ലക്ഷക്കണക്കിന് കർസേവകർ ബാബറി മസ്ജിദ് കെട്ടിടം തകർത്തത് ലോകത്തെ ഞെട്ടിച്ചതാണ്. തുടർന്ന് ദീർഘകാലം അതിനുശേഷം നടന്ന നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം 2019 സുപ്രീം കോടതി വിധിയോടെയാണ് ഈ സ്ഥലം ഹിന്ദുക്കൾക്ക് കിട്ടുന്നത്. അങ്ങനെ രക്തം ചിന്തിയും പ്രക്ഷോഭങ്ങൾ നടത്തിയുമുണ്ടായ ക്ഷേത്രമാണ് ഈ അയോധ്യ. ഇന്ത്യയിൽ BJP എന്ന ഹിന്ദുത്വ പാർട്ടിയുടെ വളർച്ചയുടെ അടിസ്ഥാനവും രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു. 2024 ജനുവരി 22 ഇവിടെ ക്ഷേത്രമുയർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. ഇതോടെ നൂറ്റാണ്ടുകൾ നീണ്ട പ്രക്ഷോഭങ്ങൾക്ക് വിരാമമായി. രാമക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. അതായത് അയോധ്യയിലെ രാമക്ഷേത്രം എന്നത് വെറും ഒരു ക്ഷേത്രമല്ല, അത് ഹിന്ദുത്വയുടെ പതാക വഹിക്കുന്ന സ്ഥാപനം കൂടിയാണ്. പക്ഷെ ഇവിടെ ഇന്ന് ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറയപ്പെടുന്ന ഞെട്ടിക്കുന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ വലിയ വിഷയമാക്കി അതേ BJP ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ ഏറ്റവും സുപ്രധാനമായ ക്ഷേത്രത്തിൽ കോടികളുടെ കാണിക്കക്കൊള്ളയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പ്രാഥമിക കണക്കുകൾ പ്രകാരം 200 കോടിയിലധികം രൂപയുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ടാകാം എന്നാണ് അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത്. പ്രധാനമായിട്ടും 5 പ്രതികളെയാണ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. കൂടാതെ സംശയ നിഴലിലുള്ള 50 ജീവനക്കാരെ SIT കർശനമായിട്ട് നിരീക്ഷിച്ചു വരികയാണ്. മുൻമന്ത്രി പവൻ പാണ്ഡെ ഉൾപ്പെടെയുള്ളവർ ആദ്യഘട്ടത്തിൽ 5 കോടി മുതൽ 7.5 കോടി വരെ നഷ്ടപ്പെട്ടു എന്നായിരുന്നു ആരോപണം ഉന്നയിച്ചിരുന്നത്. എന്നാൽ SITയുടെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും പ്രാഥമിക പരിശോധനയിൽ തട്ടിപ്പിന്റെ വ്യാപ്തി 200 കോടി രൂപയ്ക്ക് മുകളിൽ വരുമെന്നതാണ് സൂചന. കവർച്ചയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ 5 ജീവനക്കാരെയാണ് പ്രധാന പ്രതികളായി നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇത്രയും സുരക്ഷയുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നും കോടികളുടെ കാണിക്കപ്പണം കൊള്ളയടിച്ചു എന്നത് ഞെട്ടിക്കുന്നതാണ്. സംഭവം പ്രതിപക്ഷം വലിയ വിവാദമാക്കിയതോടെ അടുത്ത വർഷം നടക്കുന്ന UP തെരഞ്ഞെടുപ്പിൽ ഇത് ചിലപ്പോൾ ബാധിക്കുന്ന കാര്യമായിരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അയോധ്യ രാമക്ഷേത്രത്തിലെ ഈ വൻ സാമ്പത്തിക ക്രമക്കേട് പുറം ലോകം അറിഞ്ഞത് ഒരു വിസിൽ ബ്ലോവർ വഴിയും പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളിലൂടെയുമാണ്. ക്ഷേത്രത്തിലെ മുൻ അക്കൗണ്ട്സ് ഇൻചാർജ് ആയിരുന്ന മഹിപാൽ സിംഗ് ആണ് ഈ തട്ടിപ്പ് ആദ്യമായിട്ട് വെളിപ്പെടുത്തിയത്. പണമെണ്ണുന്ന പ്രക്രിയയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൃത്രിമം നടക്കുന്നത് താൻ നേരിട്ട് കണ്ടെത്തിയതായിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ഒരു ദിവസം എണ്ണിയ തുകയേക്കാൾ 5 ലക്ഷം രൂപ കുറച്ച് വൗച്ചർ എഴുതിയത് താൻ പിടികൂടി. ഈ ക്രമക്കേട് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയെയും മറ്റ് ഭാരവാഹികളെയും അറിയിച്ചുവെങ്കിലും നടപടിയെടുക്കുന്നതിന് പകരം തന്നെ ജോലിയിൽ നിന്ന് നീക്കുകയാണ് ഉണ്ടായത് എന്ന് കൂടി അദ്ദേഹം ആരോപിക്കുന്നു. ഇതോടെ രാമക്ഷേത്ര കൊള്ള എന്ന് പറയപ്പെടുന്ന വലിയ ചർച്ചയായി. അതിനിടെ ട്രസ്റ്റിനുള്ളിൽ ആഭ്യന്തര ഓഡിറ്റ് നടന്നു. ഇതിലാണ് ഭക്തർ സമർപ്പിച്ച കാണിക്കപ്പണത്തിൽ ഏകദേശം 7 കോടി രൂപയുടെ കുറവുള്ളതായി സംശയം തോന്നി. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പല മാസങ്ങളിലെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതായിട്ട് കണ്ടെത്തുന്നു. 2026 ജൂൺ ആദ്യവാരത്തോടെ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം പരസ്യമായി ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ജൂൺ 7 നടത്തിയ പത്രസമ്മേളനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കാണിക്കപ്പണം ക്ഷേത്രത്തിൽ നിന്ന് കാണാതായിട്ടുണ്ട് എന്ന് കൂടി പറയുകയും കോടതി ഇതിൽ നേരിട്ട് ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ് താൽക്കാലിക ജീവനക്കാർ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ലക്ഷങ്ങളുടെ സ്വത്തുക്കളും കാറുകളും വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകൾ പ്രതിപക്ഷം അടക്കം പുറത്തുവിട്ടു. ഇതോടെയാണ് പോലീസ് അന്വേഷണം തുടങ്ങുന്നത്. പ്രാദേശിക പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ സംശയിക്കപ്പെടുന്ന ഒരു ജീവനക്കാരന്റെ വീട്ടിൽ നിന്ന് ഒളിപ്പിച്ച നിലയിൽ 10 ലക്ഷം രൂപ നേരിട്ട് കണ്ടെടുത്തു. ഇതോടെ തട്ടിപ്പ് നടന്നു എന്നത് പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെട്ടു. സംഭവങ്ങൾ പൊതുജന മധ്യത്തിൽ വൻ ചർച്ചയായതോടെ ക്ഷേത്രത്തിൽ പ്രതിച്ഛായ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന തരത്തിലും ആ പ്രതിച്ഛായ നിലനിർത്തുവാനും സുതാര്യത ഉറപ്പാക്കാനുമായിട്ട് ട്രസ്റ്റ് തന്നെ സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെടുകയും തുടർന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് SIT അന്വേഷണം പ്രഖ്യാപിക്കുകയുണ്ടായി. ട്രസ്റ്റ് സെക്രട്ടറിയുടെ ഡ്രൈവറായിട്ടുള്ള രാം ശങ്കർ യാദവ്
അത് തിന്നു യാദവ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയും ലവ്കുഷ് മിശ്ര, അനുരൂപ് മിശ്ര എന്നിവരുൾപ്പെടെയുള്ള ജീവനക്കാരും കസ്റ്റഡിയിലാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ ഫണ്ട് വെട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട പ്രതിസ്ഥാനത്തുള്ള ജീവനക്കാരുടെ ഞെട്ടിക്കുന്ന സ്വത്ത് വിവരങ്ങളാണ് SIT അന്വേഷണത്തിൽ പുറത്തുവരുന്നത്. പ്രതിമാസം വെറും 15,000 മുതൽ 20,000 രൂപ വരെ മാത്രം ശമ്പളമുള്ള സാധാരണ ജീവനക്കാരാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കോടികളുടെ സ്വത്തുക്കൾ സമ്പാദിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. ഭക്തർ നേരിട്ട് നൽകുന്ന ഈ വലിയ തുകകൾ അത് ബാങ്ക് അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്താതെ നേരിട്ട് തട്ടിയെടുക്കുകയും ചെയ്യുക എന്നതാണ് ഇവരുടെ പ്രധാന രീതി. ലവ്കുഷ മിശ്ര മുമ്പ് കാർ മെക്കാനിക്കായിരുന്നു. ഇയാൾ പിന്നീട് ക്ഷേത്രത്തിലെ കാണിക്കപ്പണം എണ്ണുന്ന വിഭാഗത്തിലെ ജീവനക്കാരനായി മാറി. ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 10 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെ പണമായി കണ്ടെത്തി. നോട്ടുകെട്ടുകൾ വീട്ടിലെ ചാണകക്കുഴിയിലാണ് ഒളിപ്പിച്ചിരുന്നത്. ഇയാൾ അയോധ്യയിൽ 40 ലക്ഷം രൂപ വിലമതിക്കുന്ന ഭൂമി സ്വന്തമാക്കുകയും അവിടെ നിന്ന് വീട് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എത്രമാത്രം അടിച്ചു മാറ്റി എന്ന് ഓർക്കണം. എന്നാൽ കുടുംബ സ്വത്ത് പണയം വെച്ചാണ് ഈ തുക ഉണ്ടാക്കിയത് എന്നാണ് ഇയാളുടെ പിതാവ് അവകാശപ്പെടുന്നത്. ഭക്തർ നൽകുന്ന അല്ലെങ്കിൽ ഭക്തർ സമർപ്പിക്കുന്ന സ്വർണം, വെള്ളി തുടങ്ങിയ വിലപിടിപ്പുള്ള കാണിക്കകൾ ശേഖരിക്കുന്ന വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരു ജീവനക്കാരൻ അടുത്തിടെ അയോധ്യയിൽ 1.5 കോടി രൂപ വിലമതിക്കുന്ന വലിയൊരു ഭൂമി വാങ്ങിയതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇയാൾക്ക് വെറും ശമ്പളം എന്ന് പറയപ്പെടുന്ന 20,000 രൂപയിൽ താഴെയായിരുന്നു. രാംശങ്കർ യാദവ് എന്ന പിന്നുവാണ് മറ്റൊരു ആരോപിതൻ എന്ന് പറയപ്പെടുന്നത്. 1991 മുതൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇയാൾ സെക്യൂരിറ്റി ചീഫ് കൂടിയായിരുന്നു. മാൻ പവർ സപ്ലൈ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഇയാൾക്കെതിരെ മറ്റ് ജീവനക്കാരുടെ പരാതിയെ തുടർന്ന് SITയുടെ കർശന അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ പ്രതികളിൽ ചിലരിൽ നിന്നായിട്ട് ആഡംബര കാറുകളും വില കൂടിയ 3 ഐഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പണമെണ്ണുന്ന മറ്റ് 50ഓളം ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളും അവരുടെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള സ്വത്തുക്കളും ഒക്കെ SIT ഇപ്പോൾ പരിശോധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വസ്ത്രങ്ങൾക്കുള്ളിലും ശരീരത്തിൽ ഉള്ളിലും ഒക്കെ ഒളിപ്പിച്ചാണ് കാണിക്കാപ്പണം പുറത്തു കൊണ്ടുപോയത് അല്ലെങ്കിൽ പുറത്തു കടത്തിയത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള സൂചനകൾ. കനത്ത സുരക്ഷയുള്ള ക്ഷേത്ര സമുച്ചയത്തിൽ മറ്റ് ജീവനക്കാരുടെയും ക്യാമറകളുടെയും കണ്ണുവെട്ടിച്ചത് എങ്ങനെ സാധ്യമായി എന്ന് SIT വളരെ കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ജീവനക്കാരിൽ ഭൂരിഭാഗവും പരസ്പരം ഒത്തുകളിച്ചാണ് ഇത് ചെയ്തത്. അതിനാൽ തന്നെ ഒരാൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന കാര്യം മറ്റൊരാൾ ഒറ്റിയില്ല എന്നുള്ളതാണ്. ക്യാഷ് കൗണ്ടിംഗ് ഏരിയയിൽ സെക്യൂരിറ്റി ജീവനക്കാർക്കും ഇതിൽ പങ്കുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ ജീവനക്കാരെ കൃത്യമായി ശാരീരിക പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നില്ല എന്നുള്ളതാണ് അതിലൊന്ന്. ഒറ്റയടിക്ക് വലിയ തുകകൾ കടത്തുന്നതിന് പകരം ദിവസവും ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ, അതായത് 500 രൂപയുടെ നോട്ടുകൾ മാത്രമാണ് വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു കൊണ്ടുവർ കടന്നിരുന്നത്. ഈ രീതിയിൽ ദിവസേന ചെറിയ തുകകൾ മാറ്റിവെച്ചാണ് മാസങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വലിയ തട്ടിപ്പായിട്ട് ഇത് മാറിയത് എന്നുള്ളതാണ്. വസ്ത്രത്തിനുള്ളിൽ കടത്തിയ പണം ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാതെ വീടുകളിലാണ് സൂക്ഷിച്ചിരുന്നത്. പിടിയിലായ ഒരു ജീവനക്കാരന്റെ വീട്ടിലെ പശുത്തൊഴുത്തിലെ കച്ചിത്തുറുവിനിടയിലാണ് 10 ലക്ഷം രൂപ ഒളിപ്പിച്ചിരുന്നത്. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ പ്രതികളിൽ നിന്ന് 2 കോടി രൂപയോളം പോലീസിന് കണ്ടുകെട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ SIT റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ ഇതിന്റെ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകും. മുൻ BJP MP ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഉൾപ്പെടെ ഉള്ളവർ ക്ഷേത്രത്തിലെ ചില ഉന്നത സ്വാധീനമുള്ള വ്യക്തികൾക്ക് ഈ ക്രമക്കേടിൽ പങ്കുണ്ട് എന്ന് കൂടി ആരോപിക്കുന്നുണ്ട്. പണം എണ്ണുന്നിടത്ത് സുരക്ഷാ സംവിധാനങ്ങളെ മറികടക്കുവാൻ കഴിഞ്ഞ 7-8 മാസത്തെ CCTV ദൃശ്യങ്ങൾ ബോധപൂർവം ഡിലീറ്റ് ചെയ്തു എന്നതാണ്. പണം സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിലും അതിന്റെ പ്രധാന കവാടത്തിലും ചില ജീവനക്കാർ മനഃപൂർവ്വം പ്രവർത്തിക്കാത്ത വ്യാജ ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പണം എണ്ണുന്ന സമയത്ത് ക്യാമറകളുടെ ആംഗിൾ മാറ്റിവെച്ചും തട്ടിപ്പ് മറയ്ക്കാൻ ശ്രമിച്ചതായി അന്വേഷണ സംഘം തന്നെ സംശയിക്കുന്നുണ്ട്. ഭക്തർ സമർപ്പിച്ച സ്വർണം, വെള്ളി തുടങ്ങിയ വിലപിടിപ്പുള്ള ആഭരണങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പലതും തന്നെ രജിസ്റ്ററിൽ നിന്ന് അപ്രത്യക്ഷമായി. നേരത്തെയും വലിയ തട്ടിപ്പുകൾ നടന്നിടമാണ് രാമക്ഷേത്രം എന്ന് പറഞ്ഞത്. എന്നിട്ടും അധികൃതർ അത് ശ്രദ്ധിച്ചില്ല. രാമക്ഷേത്ര ട്രസ്റ്റിന്റെ യഥാർത്ഥ ചെക്കുകൾ ഓഫീസിൽ ഇരിക്കെ തന്നെ വ്യാജമായിട്ട് ക്ലോൺ ചെയ്ത ചെക്കുകൾ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മുൻപ് ലക്ഷങ്ങൾ പിൻവലിച്ചിരുന്നു. 2020 സെപ്റ്റംബറിലാണ് ഈ സംഭവം ഉണ്ടായത്. മൊത്തം 6 ലക്ഷം രൂപയാണ് 2 ഘട്ടങ്ങളിലായിട്ട് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചത്. CBIയുടെ അയോധ്യ ബ്രാഞ്ചിലുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള അക്കൗണ്ടിൽ നിന്നാണ് പണം ചോർന്നു പോയത്. ട്രസ്റ്റിന്റെ പക്കലുള്ള യഥാർത്ഥ ചെക്ക് ബുക്കിലെ അതേ സീരിയൽ നമ്പറുകൾ അതുപയോഗിച്ച് തട്ടിപ്പുകാർ കൃത്യമായിട്ടുള്ള വ്യാജ ചെക്കുകൾ നിർമ്മിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും മറ്റൊരു ഭാരവാഹിയുടെയും ഒപ്പുകൾ ഇവർ കൃത്യമായിട്ട് വ്യാജമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തി. സെപ്റ്റംബർ 1 ആദ്യ ക്ലോൺഡ് ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് 2.5 ലക്ഷം രൂപ ലക്നൌവിലെ ബാങ്കിൽ നിന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. സെപ്റ്റംബർ 8 രണ്ടാമത്തെ ഈ ക്ലോൺഡ് ചെക്ക് ഉപയോഗിച്ച് 3.5 ലക്ഷം രൂപയും ഇതേ രീതിയിൽ തട്ടിയെടുക്കുന്നു. സെപ്റ്റംബർ 9 തട്ടിപ്പുകാർ 9.86 ലക്ഷം രൂപയുടെ മൂന്നാമതൊരു വ്യാജ ചെക്ക് ബാങ്ക് ഓഫ് ബറോഡയുടെ ലക്നൌ ശാഖയിലെ ക്ലിയറൻസിനായിട്ട് നൽകുന്നു. തുക വലുതായതിനാൽ ലക്നൌവിലെ SBI ക്ലിയറിംഗ് സെല്ലിൽ അല്ലെങ്കിൽ ആ ക്ലിയറിംഗ് ഹൗസിലേക്ക് വിളിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയെ ഫോൺ വിളിച്ച് വെരിഫിക്കേഷൻ നടത്തും.
താൻ അങ്ങനെ ഒരു ചെക്ക് ഒപ്പിട്ട് നൽകിയിട്ടില്ല എന്നും ആ സീരിയൽ നമ്പറിലുള്ള യഥാർത്ഥ ചെക്ക് ഇപ്പോഴും ട്രസ്റ്റ് ഓഫീസിലെ ചെക്ക് ബുക്കിൽ തന്നെ ഉണ്ട് എന്നും ചമ്പത് റായ് വ്യക്തമാക്കിയതോടുകൂടിയാണ് കോടികളുടെ കവർച്ചാശ്രമം അത് പരാജയപ്പെട്ടതും മുൻപ് നടന്ന 6 ലക്ഷത്തിന്റെ തട്ടിപ്പ് പുറത്തായത്. ചമ്പത് റായുടെ പരാതിയിൽ അയോധ്യ കോട്വാലി പോലീസ് സ്റ്റേഷനിൽ വഞ്ചനയ്ക്കും വ്യാജരേഖ ചമയ്ക്കലിനും കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണത്തിൽ ഇതിനു പിന്നിൽ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു തട്ടിപ്പ് സംഘമാണ് എന്ന് കണ്ടെത്തുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തട്ടിപ്പ് നടന്ന ദിവസങ്ങൾക്കകം തന്നെ SBI ബാങ്ക് മാനേജ്മെന്റ് തങ്ങളുടെ സുരക്ഷാ വീഴ്ച സമ്മതിക്കുകയും തട്ടിയെടുത്ത 6 ലക്ഷം രൂപയും ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യുകയും ചെയ്തു. പ്രതിഷ്ഠാ സമയത്ത് ട്രസ്റ്റിന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി ഭക്തരിൽ നിന്ന് പ്രസാദം വിതരണം ചെയ്യാനെന്ന പേരിൽ സൈബർ സംഘങ്ങൾ കോടികൾ തട്ടിയിരുന്നു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശിയായിട്ടുള്ള ആശിഷ് സിംഗ് ആയിരുന്നു ഈ തട്ടിപ്പിന്റെ സൂത്രധാരൻ. നിലവിൽ അമേരിക്കയിൽ താമസിക്കുന്ന ഇയാൾ സിയാറ്റിലെ ഒരു സർവകലാശാല പ്രൊഫസറാണ് എന്ന് നടിച്ചാണ് ഈ വലിയ തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് തൊട്ടു മുൻപ് ഇയാൾ ഒരു വ്യാജ വെബ്സൈറ്റും ഡിജിറ്റൽ പോർട്ടലും ആരംഭിച്ചു. അയോധ്യയിലെ രാമലല്ലായുടെ ഈ സൗജന്യ പ്രസാദം, ക്ഷേത്രത്തിന്റെ മാതൃക, പിന്നെ സ്വർണ്ണ നാണയങ്ങൾ എന്നിവ ഭക്തരുടെ വീട്ടുപടിക്കൽ എത്തിച്ചു നൽകുമെന്നായിരുന്നു വെബ്സൈറ്റിലെ പ്രധാനമായിട്ടുള്ള വാഗ്ദാനം എന്ന് പറയുന്നത്. പ്രസാദം തികച്ചും സൗജന്യമാണെന്ന് അവകാശപ്പെട്ട ഇയാൾ ഈ പാക്ക് ചെയ്യുന്നതിനും ഡെലിവറി ചെയ്യുന്നതിനുമുള്ള ചെലവ് എന്ന പേരിൽ ഇന്ത്യൻ ഭക്തരിൽ നിന്ന് ഏകദേശം 51 രൂപയും വിദേശ ഭക്തരിൽ നിന്ന് $11 വീതം ഡിജിറ്റൽ ഗേറ്റുകൾ വഴി ഈടാക്കിയിരുന്നു. വെറും 20 ദിവസങ്ങൾക്കുള്ളിൽ ഡിസംബർ 19 മുതൽ 2024 ജനുവരി 12 വരെ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായിട്ട് 6.3 ലക്ഷത്തിലധികം ഭക്തർ ഈ കെണിയിൽ വീണു. ഇങ്ങനെ 10.49 കോടി രൂപയാണ് ഇയാൾ ഇതിലൂടെ തട്ടിയെടുത്തത്. ഇതിൽ 3.85 കോടി രൂപ പൂർണ്ണമായിട്ടും പ്രസാദ വിതരണത്തിന്റെ പേരിൽ അതിൽ മാത്രം ഭക്തരിൽ നിന്ന് തട്ടിയെടുത്തതാണ് എന്ന് പോലീസ് കണ്ടെത്തി. പണം നൽകിയ ആർക്കും തന്നെ സത്യത്തിൽ പ്രസാദം ലഭിച്ചതില്ല. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നൽകിയ പരാതിയെ തുടർന്ന് സൈബർ സെൽ അന്വേഷണം ആരംഭിക്കുകയും തുടർന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ആശിഷ് സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഉത്തർപ്രദേശ് സൈബർ പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റീഫണ്ടിലൂടെ തട്ടിപ്പിനിരയായ 3.72 ലക്ഷത്തിലധികം ഭക്തർക്കായിട്ട് 2.15 കോടി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിജയകരമായിട്ട് തിരിച്ചെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരം തട്ടിപ്പുകൾ നേരത്തെ നടന്നിട്ടുണ്ട് എന്നും അധികൃതർ യാതൊരു ജാഗ്രതയും കാണിച്ചിട്ടില്ല എന്നുമാണ് പറയപ്പെടുന്നത്. ഈ വിഷയം ഉത്തർപ്രദേശ് സർക്കാരിനും BJPക്കും രാഷ്ട്രീയമായി വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം UPയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക സമയമില്ല. 2027 ആദ്യ പകുതിയിലാണ് നടക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിൽ BJP വലിയ രീതിയിലുള്ള സീറ്റ് കുറവ് ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ ഇപ്പോൾ ഉയർന്നു വന്ന ക്ഷേത്ര ഫണ്ട് വിവാദം BJPയെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ അഴിമതി രഹിത ഭരണം എന്ന യോഗി ആദിത്യനാഥിന്റെ പ്രതിച്ഛായക്ക് ഈ പറയുന്ന അഴിമതി വലിയ ഒരു തിരിച്ചടിയുമാണ്. കടുത്ത നടപടികളിലൂടെ ഭക്തരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് യോഗി സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഈ വിഷയം യോഗി സർക്കാരിന്റെ പരാജയമായിട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഹിന്ദുക്കളുടെ വികാരം സംരക്ഷിക്കുന്നു എന്ന് പറയുന്നവരുടെ മൂക്കിന് താഴെയാണ് രാമക്ഷേത്രത്തിലെ കോടികളുടെ വെട്ടിപ്പ് നടന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കേരളത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച BJP ഉന്നയിക്കുമ്പോൾ ഹിന്ദു വിശ്വാസത്തിന്റെ മക്കയായിട്ടുള്ള രാമക്ഷേത്രത്തിൽ അവിടെ ഈ കാണിക്ക കവർച്ച പ്രതിരോധിക്കുവാൻ പാർട്ടി പണിപ്പെടുകയാണ്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ആവശ്യപ്രകാരമാണ് യോഗി ആദിത്യനാഥ് സർക്കാർ 3-അംഗ SIT രൂപീകരിച്ചിരിക്കുന്നത്. ലക്നൗ ഡിവിഷണൽ കമ്മീഷണർ, ലക്നൗ റേഞ്ച് IG, ഫിനാൻഷ്യൽ സ്പെഷ്യൽ സെക്രട്ടറി എന്നിവരാണ് അംഗങ്ങൾ. 2024 ജനുവരിയിൽ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ലഭിച്ച സംഭാവനകളുടെ കണക്കുകൾ, ബാങ്ക് ഇടപാട്, ക്ഷേത്രം ജീവനക്കാരുടെ ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങളാണ് SIT പരിശോധിക്കുന്നത് പോലും. ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ മെച്ചപ്പെടുത്തിയാൽ തന്നെ ഇത്തരം കവർച്ചകൾ തടയാൻ കഴിയുമെന്ന് വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ പണമെണ്ണുന്ന മുറികളിൽ AI ക്യാമറകൾ സ്ഥാപിക്കുകയും ഇതിന് ഏറ്റവും പ്രധാനം ജീവനക്കാരുടെ അസ്വാഭാവിക ചലനങ്ങൾ ഇവ വേഗത്തിൽ തിരിച്ചറിയും. മാത്രമല്ല ജീവനക്കാരെ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും വിമാനത്താവളത്തിൽ നിന്ന് സമാനമായിട്ടുള്ള ബോഡി സ്കാനർ പരിശോധനയ്ക്ക് വിധേയമാക്കും. ക്യാഷ്ലെസ് സംഭാവനകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ക്ഷേത്ര കൊള്ളകൾ തടയുവാനുള്ള മറ്റൊരു പോംവഴി. അതായത് ഭക്തർക്ക് ഡിജിറ്റൽ UPI, QR കോഡ്, ബാങ്ക് ട്രാൻസ്ഫർ എന്നിവ വഴി മാത്രം വലിയ തുകകൾ നൽകുവാനുള്ള ഈ സംവിധാനം അത് കൂടുതൽ ശക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ നേരിട്ടുള്ള പണമിടപാടുകൾ കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. ഇവിടെ ഫോറൻസിക് ഓഡിറ്റിംഗ് ആണ് മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളിലെ വരുമാനവും സ്വർണ്ണശേഖരവും എല്ലാ വർഷവും പ്രമുഖ ഏജൻസികളെ കൊണ്ട് തേർഡ് പാർട്ടി ഫോറൻസിക് ഓഡിറ്റിങ്ങിന് വിധേയമാക്കുക. പണം കൈകാര്യം ചെയ്യുന്ന തസ്തികകളിൽ താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള പശ്ചാത്തല പരിശോധന അത് നടത്തി സ്ഥിരം ജീവനക്കാരെ മാത്രം നിയമിക്കണമെന്ന് കൂടി വിദഗ്ധർ ഇതിനോടൊപ്പം അഭിപ്രായപ്പെടുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഈ രാമക്ഷേത്രത്തിൽ കാണിക്കക്കൊള്ളകൾ നിർബാധം തുടർന്നുകൊണ്ടിരിക്കും. കള്ളന്മാരും കൊള്ളക്കാരും ജീവനക്കാരായിട്ടുള്ള ഒരു അയോധ്യയായി തീർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രാംലല്ലായുടെ
രാമക്ഷേത്രം അല്ലെങ്കിൽ അയോധ്യ എന്ന് പറയപ്പെടുന്ന ഇടം ഇങ്ങനെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും താവളമാകരുത്.